ഇതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. ഇതിപ്പോൾ രണ്ടായി പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ പിളർന്ന ഭാഗം നേരെ വന്ന് ഇടിക്കാൻ പോകുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ ഈ പ്ലേറ്റ് വന്ന് ഇടിക്കുമ്പോൾ ഇന്ത്യയിൽ ബാധിക്കപ്പെടുന്നത് ഇന്ത്യയുടെ തീരദേശ മേഖലകളിലുള്ള സ്ഥലങ്ങളിലാണ്. അങ്ങനെ ഇത് വന്ന് കേരളത്തിൽ ഇടിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയൊരു മലനിര രൂപപ്പെടുന്നതാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും സൊമാലിയൻ മൗണ്ടെയിൻ റേഞ്ച്. അതുമാത്രമല്ല, ഇത് വന്ന് ഇടിക്കുമ്പോൾ കേരളത്തിലുള്ള താപനില വളരെ കുറഞ്ഞ് മഞ്ഞ് വീഴാൻ തുടങ്ങും. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യം എപ്പോഴാണ് സംഭവിക്കുന്നത്, ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോയിൽ മുന്നോട്ട് കാണാം. ഇന്ന് നമ്മൾ കാണുന്ന ഭൂഖണ്ഡങ്ങൾ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക ഇവ എപ്പോഴും ഇങ്ങനെയായിരുന്നില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുള്ള എല്ലാ ഭൂഖണ്ഡവും ഒന്നായി ചേർന്നിരുന്നതായിരുന്നു. ആ മഹാഭൂഖണ്ഡത്തിനെ വിളിച്ച പേരായിരുന്നു പെയിൻജിയ. പിന്നീട് ഭൂമിയുടെ അടിയിലെ മാഗ്മയുടെ ചലനങ്ങൾ കാരണം ഈ മഹാഭൂഖണ്ഡം പിളർന്നു. ഭൂമിയുടെ മേൽഭാഗത്തുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന പ്ലേറ്റുകൾ നീങ്ങിത്തുടങ്ങി. അങ്ങനെ പെയിൻജിയ രണ്ട് ഭാഗങ്ങളായി പിളർന്നു. ലോറേഷ്യയും ഗോണ്ട്വാനയുമായിട്ടാണ് പാൻജിയ പിളർന്നു മാറിയത്. ഇത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ്. ഇതിനുശേഷം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സംഭവം നടക്കാൻ പോകുന്ന സമയമാണ് ഇപ്പോൾ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ആഫ്രിക്കയുടെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെന്റ് കാരണം അത് വേർപെട്ട് നീങ്ങാൻ തുടങ്ങി. ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ ഏഷ്യയുമായി ഇടിച്ചു ചേർന്നു. അങ്ങനെ ഇന്ത്യയുടെ പ്ലേറ്റ് ഏഷ്യയുമായി ഇടിച്ചപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതനിര, അതായത് ഹിമാലയൻ മലനിരകൾ രൂപപ്പെട്ടത്. ഇന്ത്യക്ക് നടന്ന ഇതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കയിൽ നീളുന്ന ഒരു ഭീമൻ വിള്ളൽ, ഇതാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം. ഇതാണ് ഈ ഭൂഖണ്ഡത്തെ രണ്ടായി പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മെയിനായിട്ട് രണ്ട് പ്ലേറ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തതാണ് ന്യൂബിയൻ പ്ലേറ്റും രണ്ടാമത്തത് സൊമാലി പ്ലേറ്റും. ഈ പ്ലേറ്റുകൾ ഓരോ വർഷം കഴിയും തോറും ഏതാനും മില്ലിമീറ്റർ മാത്രം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇന്നോ നാളെയോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് സംഭവിക്കാൻ കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കും. 2021 ഒരു ഡച്ച് ഭൂശാസ്ത്രജ്ഞൻ ഡൊവേ വാൻ ഹൈസൻബർഗ് ഭൂഖണ്ഡങ്ങളുടെ ചലനത്തിനെ കുറിച്ച് പുതിയ മോഡലുകൾ ഉണ്ടാക്കി പഠിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹം നോക്കിയിരുന്നത് ഭൂമിയുടെ മേൽഭാഗത്തിലുള്ള പാളികൾ മാത്രമല്ല, ആഴത്തിലുള്ള മാന്റിലുകളുടെ ചലനങ്ങളും അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്. ഈ ആഫ്രിക്കൻ പ്ലേറ്റ് രണ്ടായി പിളർന്നു കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം അയാൾ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ സിമുലേഷനിലോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ കമ്പ്യൂട്ടർ സിമുലേഷൻ കാണിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സമയത്ത് നിന്ന് നമ്മളിപ്പോൾ 50 ലക്ഷം വർഷങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ കിഴക്കൻ ആഫ്രിക്ക പൂർണ്ണമായും വേർവിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ആ വേർവിട്ട ഭാഗത്ത് സമുദ്രജലം കയറിയിട്ട് ഒരു പുതിയൊരു കടൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. സൊമാലി പ്ലേറ്റ് ഒരു പുതിയ ദ്വീപ് ഭൂഖണ്ഡമായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ മെല്ലെ മെല്ലെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ രൂപം മാറി തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഇവിടെ നിന്ന് 1 കോടി വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്ലേറ്റുകൾ മെല്ലെ മെല്ലെ കേരളത്തിന്റെ അടുത്തേക്ക് വന്ന് ചേർന്നിട്ടുണ്ടാവും. കേരളം സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ തീരം പുതിയ സമ്മർദ്ദം ഏറ്റുവാങ്ങാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ അടിയിൽ പാറകൾ മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അങ്ങനെ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു മലനിര രൂപപ്പെടാൻ പോവുകയാണ്. ഹിമാലയം രൂപപ്പെട്ടതുപോലെ ഭാവിയിൽ പുതിയ സമ്മർദ്ദം കാരണം കേരളത്തിന്റെ അടുത്ത് ഒരു പുതിയ പർവ്വതനിര രൂപപ്പെടാൻ പോവുകയാണ്. ഈ പർവ്വതങ്ങളിനെ നമ്മൾ വിളിക്കാൻ പോകുന്നത് സൊമാലിയ എന്നാണ്. അങ്ങനെ ഈ സൊമാലിയൻ പർവ്വതത്തിന് ഹിമാലയത്തിനേക്കാൾ ഉയരമുണ്ടാവുമെന്നാണ് ഈ കമ്പ്യൂട്ടർ സിമുലേഷൻ നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഈ മല രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിൽ ഏറ്റവും വലിയ കാലാവസ്ഥയുടെ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. പർവ്വതങ്ങൾ ഉയർന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ആ പ്രദേശത്തുള്ള താപനില വളരെ കുറയും. കുറഞ്ഞു -ഡിഗ്രിയിൽ വരെ പോവാൻ തുടങ്ങും. കേരളത്തിന്റെ ഇന്നത്തെ ഈർപ്പം നിറഞ്ഞ ട്രോപ്പിക്കൽ കാലാവസ്ഥ ഭാവിയിൽ ഒരു തണുപ്പ് കാലാവസ്ഥയായി മാറിത്തീരും. അതായത് മഞ്ഞുകൾ വീഴാൻ തുടങ്ങും. ഇനി നമ്മൾക്ക് മഞ്ഞ് കാണാൻ ഹിമാലയത്തിലേക്ക് പോവേണ്ട ആവശ്യമില്ല. അത് കേരളത്തിൽ തന്നെ ഇരുന്ന് നമുക്ക് മഞ്ഞ് വീഴുന്നത് കാണാം. പക്ഷെ ആ സമയം വരെ മനുഷ്യൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ എത്ര വർഷമെടുക്കും? ഇത് അടുത്ത 100 വർഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമില്ല. എന്നാൽ അടുത്ത 1000 വർഷത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ മാറ്റങ്ങൾ സംഭവിക്കാൻ 5 മുതൽ 20 മില്യൺ വർഷങ്ങൾ വരെ എടുക്കാം. ഭൂമിയുടെ സമയത്തിൽ ഇത് വളരെ വേഗമാണെങ്കിലും മനുഷ്യരുടെ സമയത്തിൽ അത്യന്തം ദീർഘകാലമാണ്. ഈ പറയുന്ന ടെക്ടോണിക് പ്ലേറ്റുകളുടെ അടിസ്ഥാന ആശയം എന്താണെന്ന്
എന്തെന്ന് വെച്ചാൽ ഭൂമിയുടെ പുറന്തോട് നിരവധി വലിയ പാറത്തട്ടുകളായി വിഭജിച്ചിരിക്കുകയാണ്. ഇവയാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ. ഈ പറയുന്ന ടെക്ടോണിക് പ്ലേറ്റുകൾ മാന്റിലിലെ ചൂടുള്ള ലാവയുടെ ചലനങ്ങളിലാൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലേറ്റുകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്തതാണ് കൂട്ടിമുട്ടൽ, രണ്ടാമത്തത് അകലം വർദ്ധിക്കാൻ തുടങ്ങും, മൂന്നാമത്തതാണ് തമ്മിൽ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ആഫ്രിക്കയിൽ ഇപ്പോൾ നടക്കുന്നത് രണ്ടാമത്തതാണ്, അതായത് അകലം വർദ്ധിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹിമാലയൻ മലനിരകൾ രൂപപ്പെട്ടത് കൂട്ടിമുട്ടിയിട്ടാണ്. ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു, പിന്നീട് പല ഭൂഖണ്ഡങ്ങളായി പിരിഞ്ഞു. ഇന്ത്യ ഒരിക്കൽ ആഫ്രിക്കയുടെ ഭാഗമായിരുന്നു, പിന്നീട് അത് വേർപെട്ടിട്ട് ഏഷ്യയുമായി കൂട്ടിമുട്ടിയിട്ട് ഹിമാലയത്തിനെ സൃഷ്ടിച്ചു. ഇന്ന് ആഫ്രിക്ക വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. ഒരു ദിവസം ഈ ആഫ്രിക്കയുടെ ദീർഘകാല തരംഗങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിനെ മാറ്റും. കേരളത്തിന്റെ ഭൂശാസ്ത്ര രൂപവും മാറും. പക്ഷേ അത് മനുഷ്യരുടെ കാലത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അത് ഭൂമിയുടെ ഭാവിയിലെ ചരിത്രത്തിലെ ഒരു അധ്യായം മാത്രമാണ്. ഭൂമി നിശ്ചലമല്ല, ഭൂമി ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: മനുഷ്യൻ ഈ മഹാഭൂമിയുടെ ചരിത്രത്തിൽ എത്രത്തോളം നിലനിൽക്കും? വീഡിയോയുടെ അവസാനം വരെ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനലിൽ വളരെ പുതിയ ആളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നാം നമ്മുടെ ചാനലിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക.